സുസ്മയുടെ ഐഡിയ എന്തുവാ ലൈഫില്? എന്തൊക്കെയാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? പ്ലാനറാണോ? നല്ല പ്ലാനറാണോ? അല്ല, പ്ലാൻ ചെയ്യാറില്ല. വരുന്ന പോലെ പ്ലാൻ ചെയ്യാത്ത പോലെയാണ് എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്ലാൻ ചെയ്തില്ല. ചിലപ്പോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കൊളായാലോ. പറയൂ കുട്ടേട്ടാ. സുസ്മിത +2 പഠിക്കുന്ന സമയത്ത് ഒരു കാറ് താങ്കളെ പിന്തുടരുമായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി. അല്ല, എങ്ങനെയാണ് അത് ഒഴിവാക്കിയത്? കൊച്ചു കാമുമരുമല്ലോ. അത് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അധികം സംസാരിക്കാറൊന്നുമില്ല. എന്നാലും ഒരു വണ്ടി എപ്പോഴും എന്നെ ഫോളോ ചെയ്തു. ഒരു സ്വിഫ്റ്റ് കാറ്, ഫ്രീക്കൻ ചെക്കൻ, മുടി ചുരുണ്ടിട്ട് പിന്നെ ഇവിടെയൊക്കെ മുടി. അപ്പോ ഞാന് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോണ ഫ്രണ്ട്സ് ആയിട്ടാണ് നടന്നു പോണ സമയത്ത് ഈ കാർ ഇങ്ങനെ ഫോളോ ചെയ്യും. എന്നിട്ട് ആ ചെക്കൻ പുറത്തിറങ്ങി നിൽക്കും. 2-3 വർഷമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. പിന്നെ ഈ പയ്യൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എൻ്റെ അടുത്തല്ല, ഫ്രണ്ട്സ് ഒപ്പം നിൽക്കുമ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചു, എന്നിട്ടാ ഈ കുട്ടീനെ ഇഷ്ടാന്ന് പറഞ്ഞ രീതിയിൽ. സത്യമുള്ള കഥ തന്നെയാണ്. അതെ അതെ, സത്യം വർഷങ്ങൾക്ക് പഴയതാണല്ലോ പറഞ്ഞു. എനിക്ക് എന്റെ ഓർമ്മയിൽ പറയുമ്പം ഞാൻ ഒരു സിഗ്നലും കൊടുത്തിട്ടല്ല, ഞാൻ അതിനകത്ത് ഞാനത് നിരപരാധിയാണെന്നൊക്കെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. മൈൻഡ് ചെയ്തില്ല. പിന്നെ അങ്ങനെ പോയി. പിറ്റേ ദിവസമായി അവന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ? ഡയലോഗ് ഇല്ല. പിന്നെ ഞാൻ ബസ്സിൽ കയറിയിട്ട് വീട്ടിലേക്ക് ഒരു ബസ് കയറിയിട്ടാ വരുന്നത്. അപ്പൊ ആ ബസ്സിൽ കയറിയപ്പോ പ്രൈവറ്റ് ബസ്. അപ്പൊ അതിൽ കയറി വരുന്ന സമയത്ത് അപ്പൊ ഞാൻ സാറാണത്. സംസർഗ ഗുണദോഷം ഞാൻ ആ വഴി വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ആ വഴി ഞാൻ പോകുമ്പോ ഈ വണ്ടി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് ആ വണ്ടി കണ്ട് പേടിച്ചു പോയി. അതൊരു ക്രെഡിറ്റ് അല്ലേ? വന്നിട്ട് എനിക്ക് പേടിയായി. അപ്പൊ ഇനി വീട്ടിലേക്ക് എങ്ങാനും വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പൊ ഞാൻ പകുതി വരെ നടന്നിട്ട് ബാക്ക് സൈഡ് കൂടെ വീട്ടിന്റെ കൂടെ വണ്ടിയിൽ ഇറങ്ങി നിൽക്കും. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഉർവശിയിലെ സിനിമ പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് പേടി. അപ്പൊ ഞാൻ അവിടെ പ്രിൻസിപ്പളിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരുമ്പോ വണ്ടി നമ്പർ നോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് വന്നു. അടുത്ത് വന്ന് ചോദിച്ചു, എന്നോട് ഞാനിങ്ങനെ നിക്കണേ, മുഖത്ത് നോക്കണില്ല. അകലെ നിക്കുമ്പോ നോക്കിട്ടാ, അടുത്ത് വന്നപ്പോ നോക്കിയില്ല. അപ്പൊ ഇങ്ങനെ നിന്നു. അപ്പൊ എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുത്തൻ പറഞ്ഞു ഇതെന്റെ ലവറാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് പോയി. അങ്ങനെയാണ് അത് ഒഴിവാക്കി വിട്ടത്. വൈഷ്ണവിയുടെ ഒരു ഭാവി പ്ലാൻ എങ്ങനെയാ? അങ്ങനെ സുസ്മിത പറഞ്ഞ കണക്ക് തന്നെ വലിയ പ്ലാൻസ് വെച്ചിട്ടില്ല. കാര്യം എന്നത്തേക്ക് വെക്കൂത് ഇല്ല, നമുക്ക് ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഞാൻ MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഞാൻ ഒരു B.Ed കോളേജിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഒരു 1.5 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിൽ പോയത്. ദുബായ് പോയോ? അവിടെ വർക്ക് ചെയ്യാൻ പോയതാണ്. പക്ഷെ അവിടെ നമ്മള് നിക്കാൻ കോവിഡ് ടൈം ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ആദ്യം വിചാരിച്ചു ടീച്ചിങ് പ്രൊഫഷൻ പോവും. പിന്നെ വിചാരിച്ചു HR-ന്റെ ആ വഴിക്ക് പോകുന്നു. പിന്നെ ഇപ്പൊ തിരിച്ചു വന്നപ്പോ ഇപ്പൊ ഈ ഫീൽഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാത്രമല്ല ഈ കലാവധി തകർക്കുന്നല്ലേ ആള് പറയുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഇനി നിങ്ങൾക്ക് ഒരു കോടി വേണ്ടേ? തന്നാലല്ല, അത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പൊ അതിൽ ഉത്തരവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 കോടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 1 കോടി കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കും. ഈ പരിപാടിക്ക് ഷട്ടർ വിട്ടേച്ച് സന്തോഷമായിട്ട് വീട്ടിൽ പോവാം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കുക അല്ലേ സുസ്മിതയുടെ ജനറൽ നോളജ് ഒക്കെ എങ്ങനെ? വളരെ മോശമാണ്. വൈഷ്ണവിക്കോ? നോക്കാം. വൈഷ്ണവി അങ്ങനെ പറയുന്നില്ല. സുസ്മിത എനിക്ക് വന്ന ഒരു വിനയാന്വിതയാ അല്ലേ? പ്രഷറോട് ഞാൻ പറയാം. ഫ്ലവേഴ്സ് രാത്രി 8:30 മണിക്കാണ് ചോദ്യമേ വരുന്നത്. തിങ്കൾ മുതൽ ശനി വരെ കാണാം. അതിൽ 9 മണിക്കാണ് പഞ്ചാഗ്നി. അപ്പം അഗ്നിയായിട്ട് പായും വൈഷ്ണവി അല്ലേ? രാത്രി 9 മണിക്ക് പഞ്ചാഗ്നി.